ഹലോ എല്ലാവരും സുഖമായിരിക്കല്ലേ? എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ കർക്കിടക കഞ്ഞി വെക്കാമെന്ന് വെച്ചു. കർക്കിടകം കഴിയാറായപ്പോഴാണ് ഞാൻ കർക്കിടക കഞ്ഞി വെക്കുന്നത്. എന്നാലും ഒരുപാട് നാളായി ഞാൻ കഴിച്ചിട്ട്, ഏകദേശം 2 കൊല്ലത്തോളമായി കർക്കിടക കഞ്ഞി കഴിച്ചിട്ട്. അങ്ങനെ നാട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ സാധനം ഇന്നലെ എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതൊരു 500 ഗ്രാമിൻ്റെയാണ് ഞാൻ ഓർഡർ ചെയ്തേക്കണേ. അപ്പോൾ ഏകദേശം ഒരു 4 ദിവസം, ഞങ്ങൾ 2 പേരുള്ള കാരണം 4 ദിവസം നമുക്കിത് ഓടാനുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിത് രണ്ടും എൻ്റെ അനുസരിച്ച്, അതായത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ അളവെടുത്തിരിക്കുന്നത്. ഇതിൽ അളവൊന്നും എഴുതിയിട്ടില്ല. നമ്മൾ തയ്യാറാക്കുന്ന രീതി മാത്രമാണ് ഈ ഒരു ഷീറ്റിൽ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത് വെക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉലുവ അരി ഞാൻ ഇത്തിരി തിളച്ച വെള്ളത്തിൽ ഞാൻ കുതിർക്കാൻ വെച്ചു. 2 മണിക്കൂറോളം കുതിർക്കാൻ വെച്ചിട്ടാണ് കുക്കറിലാണ് വെക്കുന്നത്. എല്ലാം കുക്കറിലിട്ടു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പാക്കറ്റിൽ നമുക്ക് ആശാളി കിട്ടും. ആശാളിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാനത് ഗ്യാസിൽ വെച്ചു. അപ്പോൾ ഹൈ ഫ്ലെയിമായിട്ട് 3 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും ഞാൻ കൊടുത്തതിന് ശേഷം എന്തായാലും വെന്ത് കിട്ടിയിട്ട് നല്ലപോലെ വെന്ത് കിട്ടി. അങ്ങനെ അതിലോട്ട്